അറബിക്കടലിൽ സംഘർഷം. US വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണിന് നേരെ വന്ന ഇറാനിയൻ ഡ്രോൺ US സൈന്യം വെടിവെച്ചിട്ടു. ഷാഹിദ് 139 ഇനത്തിൽപ്പെട്ട ഡ്രോണാണ് US സൈന്യം തകർത്തത്. ചൊവ്വാഴ്ചയാണ് സംഭവം. ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി നയതന്ത്രജ്ഞർ ശ്രമം തുടരുന്നതിനിടെയുണ്ടായ ഈ സംഭവം മേഖലയിൽ യുദ്ധഭീതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വ്യക്തമല്ലാത്ത ഉദ്ദേശത്തോടെ വിമാനവാഹിനി കപ്പലിനെ സമീപിച്ച ഡ്രോണിനെ കപ്പലിന്റെയും ജീവനക്കാരുടെയും സുരക്ഷ മുൻനിർത്തിയാണ് തകർത്തതെന്ന് US സെൻട്രൽ കമാൻഡ് വക്താവ് ക്യാപ്റ്റൻ ടിം ഹോക്കിൻസ് അറിയിച്ചു. എബ്രഹാം ലിങ്കണിൽ നിന്നുള്ള F-35C യുദ്ധവിമാനമാണ് ഡ്രോൺ വെടിവെച്ചിട്ടത്. സംഭവത്തിൽ US സൈനികർക്കോ ഉപകരണങ്ങൾക്കോ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. അതേസമയം അന്താരാഷ്ട്ര ജലാശയത്തിൽ വെച്ച് തങ്ങളുടെ ഒരു ഡ്രോണുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതായി ഇറാനിയൻ വാർത്താ ഏജൻസിയായ തസ്നിം സ്ഥിരീകരിച്ചെങ്കിലും കാരണം വ്യക്തമായിട്ടില്ല. ഡ്രോൺ ആക്രമണ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $1 വർദ്ധിച്ചു. ആണവ കരാറിൽ തീരുമാനമായില്ലെങ്കിൽ മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി US യുദ്ധക്കപ്പലുകൾ ഇറാന്റെ തീരത്തേക്ക് നീങ്ങുന്ന സാഹചര്യത്തിലാണ് പുതിയ സംഭവം. എന്നാൽ തങ്ങൾക്കെതിരെ നീങ്ങിയാൽ കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്.